ചേട്ടനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കണമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ചേട്ടനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷീജ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ചേച്ചി പറയാൻ കുറേ ഉണ്ടേനു, പക്ഷേ സങ്കടമായിപ്പോയി. മമ്മൂക്ക സാറിനെ അടുത്ത് വെച്ച് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ പഠിച്ചിരാജ ഷൂട്ടിങ്ങിൽ വന്നായിരുന്നു, പക്ഷേ ദൂരെ വെച്ചിട്ടേ കാണാൻ പറ്റിയുള്ളൂ. അടുത്ത് വെച്ച് കണ്ടത് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ചെത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഭർത്താവിന് അപകടം പറ്റിയാണ് വന്നത്. പക്ഷേ എല്ലാവരും ആരും അറിയുന്നില്ല ഞാനിങ്ങനെ ചെയ്യുന്നത്. ചാനലിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും കണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. കുറേ കാര്യങ്ങളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു, എങ്ങനെയാ പറയുക. പിന്നെ ആങ്ങളേൻ്റെയും കൂടി പറഞ്ഞതിന് ശേഷം ഭയങ്കര സങ്കടമായിപ്പോയി. ഒന്നും പറയാൻ കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാര്യം തെങ്ങിയത്തെ ഭർത്താവ് പറഞ്ഞതാണ് എനിക്കാവൂല, നമ്മൾക്ക് തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതാണ്. പക്ഷേങ്കിൽ ഞാൻ ജീവിതം മുമ്പോട്ടേക്ക് പോകണം എന്ന് വിചാരിച്ച് 6 മാസം അപകടം പറ്റിയതിന് ശേഷമാണ് ഞാൻ ചെറിയ തെങ്ങ് കെട്ടുന്നത്. മോൻ 8ാം ക്ലാസ്സിൽ പോകുന്ന സമയത്തേനും. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ പോയാലാവില്ല, ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 1 കൊല്ലങ്ങൾ എടുക്കുമെന്തെങ്കിലും പണിയെടുക്കാമെന്ന് പറഞ്ഞ്. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാലാവില്ല. അപ്പം മോൻ 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പുതിയ യൂണിഫോം എല്ലാം എടുക്കണം. അത് പറഞ്ഞാൽ ഞാൻ ചെറിയ തെങ്ങ് കെട്ടി ഭർത്താവ് അടിയെന്ന് പറഞ്ഞു തരുന്നേനു. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ചെറിയ തെങ്ങ് കെട്ടി പഠിച്ചതിന് ശേഷം കള്ളായി ഞാൻ പറഞ്ഞ് നമ്മൾ കെട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞ് ആവൂല, നമ്മൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ജീവിതം മുമ്പോട്ടേക്ക് പോകണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം ഫസ്റ്റ് പഠിച്ചതിന് ശേഷം 4 തെങ്ങ് കെട്ടി അങ്ങനെ കള്ളായതിന് ശേഷം പിന്നെയാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ തെങ്ങ് കെട്ടിക്കൊണ്ടുവന്നത്. ഇപ്പം ഞാൻ കണ്ണൂർ ഷാപ്പിൽ തൊഴിലാളിയായി യൂണിയനിലായി പിന്നെ ലൈസൻസ് കിട്ടി. പിന്നെ നമ്മൾ കണ്ണൂർ ഷാപ്പിൽ ഇപ്പോൾ 2 ചെത്തുകാരായിട്ട് ഭർത്താവും ഞാനും ചെത്തുന്നുണ്ട്. കള്ളളക്കാൻ തുടങ്ങി. നേരത്തെ കുറേ കാര്യം പറയുന്നുണ്ട്, പക്ഷേ ടെൻഷൻ കൊണ്ട് പറയാൻ പറ്റിയിട്ടില്ല. കണ്ടതിന് ശേഷം എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ കണ്ണാവ ഷാപ്പിലാണ് ചെത്താൻ പറ്റില്ല വിചാരിച്ചത്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തെങ്ങിൻ്റെ മേലെ നിന്നിട്ട് ഈ തൊഴിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഈ കാര്യം ചെയ്യാനാവില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് ഞാൻ കാറ്റും മഴയും സമയത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. അതുകൊണ്ടാണ് ആകൂല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, മറ്റു വേറെ ഒന്നുമില്ല. ഭയങ്കര എനിക്ക് വിശ്വാസമുണ്ട്, നല്ല ഇപ്പോൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൈരൽ ചാനലിൽ വന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് നല്ല സന്തോഷമുള്ളത്. നാട്ടുകാരെന്ത് പറയുമെന്ന് ചേച്ചി വിചാരിച്ചു, പക്ഷെ ആ നാട് മുഴുവൻ ലോകം മുഴുവൻ ഇന്ന് ചേച്ചിയെ ഓർത്ത് അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടി അഭിമാനം. നാട്ടുകാർ കാണുന്നതായിട്ട് ഒളിച്ചിരുന്നു, ഒരു പെണ്ണല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ പറയാന്ന് വെച്ചിട്ട് ഞാൻ കത്തി കൂടെ ഒന്നും കെട്ടാണ്ട് അങ്ങ് പോയിട്ടാണ് ചെയ്യുന്നത്. വണ്ടി വരുമ്പോൾ ഒളിച്ചിരിക്കുന്നതും. പക്ഷേ എങ്കിൽ ചാനലിൽ വന്ന് അവർ പറഞ്ഞു ഇങ്ങനെ ചാനലിൽ വരട്ടെ. ഞാൻ പറഞ്ഞു വന്നോട്ടെ, ഞാൻ ചെയ്യുന്ന തൊഴിലല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതിന് ശേഷം എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ശരിക്കും അറിയുന്നത് ചാനലിൽ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടില്ല ചെയ്യുന്നത്. ഇവരുടെ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും ഇനി ഔഷധിയുടെ ചെയർമാൻ ശോഭന ജോർജ് ആയിരിക്കും ഇനി ഏറ്റെടുക്കാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും, കുഴമ്പ്, തൈലം ഇത്യാദി എല്ലാം. കരച്ചിലാണോ? ഓ, കയ്യിലുള്ള സ്വർണ്ണമോതിരമാണ് ഇട്ട് കൊടുത്തത്. എനിക്കറിഞ്ഞൂടാ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മളൊക്കെ വിചാരിച്ചു നമ്മളൊക്കെയാ പുലികളെന്ന്. ഇതിനു മുന്നേ നമ്മളൊക്കെ എലികളാ.
ഔഷധിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ബ്രിട്ടസ്റ്റി പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും എൻ്റെ ഗവൺമെൻറ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും.